കോവിഡും ലോക്ക്ഡൗണും ഒക്കെ ഓർമ്മയുണ്ടോ? അതിൻ്റെ ഒരു ആശങ്ക ഒരുവിധം ഒഴിച്ചതോടെ ഇപ്പോൾ ചൈനയിൽ നിന്ന് മറ്റൊരു വൈറസ് വ്യാപനത്തെക്കുറിച്ചുള്ള ആശങ്ക ഉയരുകയാണ്. HMPV വൈറസ്. എന്താണ് ഈ രോഗം? ഇത് പേടിക്കേണ്ട കാര്യമുണ്ടോ? ചൈനയിൽ പടരുന്ന മറ്റ് രോഗങ്ങൾ ഏതൊക്കെയാണ്? വീണ്ടും ഒരു ലോക്ക്ഡൗൺ വേണ്ടി വരുമോ? വാട്സപ്പിലൊക്കെ നിറയെ സന്ദേശങ്ങളാണല്ലേ. എന്താണ് ആശങ്കയ്ക്ക് കാരണമെന്നറിയാമോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം ട്വിറ്റർ വീഡിയോകൾ നമ്മൾക്കിടയിലൊക്കെ എത്തപ്പെട്ടു. ചൈനയിലെ ആശുപത്രികൾ തിങ്ങി നിറഞ്ഞ് ആളുകളെ കണ്ടതോടെയാണ് ഈ ആശങ്കകളൊക്കെ തുടങ്ങുന്നത്. ഇതാ ചൈനയിൽ പുതിയൊരു വൈറസ് വ്യാപിക്കുന്നു, കോവിഡിന് സമാനമാണ്, ജാഗ്രത വേണമെന്നൊക്കെയായിരുന്നു നമ്മുടെ വാട്സപ്പിൽ നിറഞ്ഞ സന്ദേശങ്ങൾ. എന്താണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ HMPV? 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിലാണ് ഈ കേസുകൾ അധികവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയുടെ വടക്കൻ പ്രവിശ്യ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ കേസുകളും. കോവിഡിന് സമാനമായ രീതിയിൽ പടരുന്ന ഒരു വൈറസ്. ശ്വസനേന്ദ്രിയ സംവിധാനങ്ങളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. ഇതൊരു അണുബാധയാണ്. പ്രായമായവരും കുട്ടികളും പ്രതിരോധ ശക്തി കുറഞ്ഞവരിലുമാണ് രോഗം വേഗം പടരുന്നത്. നിലവിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ല. ജലദോഷം, മൂക്കടപ്പ്, പനി, ചുമ എന്നിവയൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി 3 മുതൽ 6 ദിവസം വരെയാണ്. ഇത് ട്രോപ്പിക്കൽ പ്രദേശങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ അവസാനത്തിലും വസന്തകാലത്തിലുമാണ് പ്രചരിക്കുന്നത്. അതായത് നമ്മുടെ തണുപ്പുകാലത്തും സ്പ്രിംഗ് സീസണിലുമൊക്കെയാണ് ഇത് രോഗം പ്രചരിക്കുന്നത്. 2001 കണ്ടെത്തിയ രോഗമായതുകൊണ്ട് തന്നെ ഇതിന് ഇതുവരെ ഒരു വാക്സിനും വികസിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആശങ്കയുണ്ടാകുന്നത്. എന്നാൽ ചൈന ഇപ്പോൾ പൂർണ്ണമായും ഈ വാർത്ത നിഷേധിച്ചു വരികയാണ്. അതായത് ചൈന പറയുന്നത് മുൻ വർഷങ്ങളെ പോലെ തന്നെ ഇതൊരു ശ്വാസകോശ അണുബാധ സീസണാണ്, തണുപ്പുകാലമാവുമ്പോൾ ഉണ്ടാകുന്ന രോഗം മാത്രമാണെന്നാണ് ചൈനയുടെ വിശദീകരണം. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ മലയാളികളും സമാനമായ വീഡിയോകൾ പങ്കുവയ്ക്കുന്നു. ആശങ്കയ്ക്ക് യാതൊരു അർത്ഥവുമില്ല എന്നാണ് മലയാളികളും അവിടെയുള്ള മലയാളികളും പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും സമാനമായ മുന്നറിയിപ്പ് നൽകുന്നു. യാതൊരു ആശങ്കയും വേണ്ട, ചൈനയിലെ രോഗവ്യാപനം കൃത്യമായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. ഇതുപോലെ തന്നെ ഇൻഫ്ലുവൻസ വൈറസ് തുടങ്ങിയ വൈറസാണ് ചൈനയിൽ ഇതിനോടൊപ്പം ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് അസുഖങ്ങൾ. ഇതിനൊന്നും യാതൊരു ആശങ്ക വേണ്ട. അവിടുത്തെ പ്രദേശവാസികളെ പോലെ തന്നെ വിദേശികളുടെയും കാര്യത്തിൽ തങ്ങൾക്ക് കരുതലുണ്ടെന്ന് ചൈനയും പറയുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നല്ലോ മാസ്ക് ഒക്കെ ധരിക്കാൻ. എന്തായാലും തണുപ്പുകാലമാണ്, രോഗങ്ങൾ പടരാനുള്ള സാഹചര്യം ഏറെയാണ്. നമുക്കാകെ ചെയ്യാവുന്ന കാര്യം 20 സെക്കൻഡ് ദൈർഘ്യത്തോളം ഇടവിട്ടിടവിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക എന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ രോഗബാധിതരുമായുള്ള സമ്പർക്കം പൂർണ്ണമായും ഉപേക്ഷിക്കുക. അതോടൊപ്പം തന്നെ മാസ്കും ധരിക്കുക. ഒരു പരിധിവരെ നമുക്ക് അസുഖങ്ങളെ അകറ്റി നിർത്താനാകും.